ഇസ്രായേൽ ഡയപ്പർ ടീമിലെ 5 പേരെ ടാങ്കിലിട്ട് പടമാക്കിയിരിക്കുകയാണ് ഹിസ്ബുള്ള. അതായത് 5 പട്ടാളക്കാര് കൊല്ലപ്പെട്ട വാർത്തയാണ് യഥാർത്ഥത്തില് നമ്മൾ ഇങ്ങനെ പറയുന്നതെന്ന് ആലോചിക്കണം. അപ്പോ എത്രത്തോളം ഉണ്ട് അവര് ചെയ്തു കൂട്ടിയതിന്റെ ഫലം എന്നുള്ളതാണ്. അപ്പോ ഏകദേശം 5 പേര് കൊല്ലപ്പെടുകയും 12 പേർക്ക് മാരകമായിട്ട് പരിക്കേൽക്കുകയും ചെയ്തിട്ടുള്ള അത്രയും വലിയ അറ്റാക്കാണ് യഥാർത്ഥത്തിൽ ഡയപ്പർ ടീമിനെതിരെ ഹിസ്ബുള്ള നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, ഇവരുടെ 52ാം ബറ്റാലിയനിൽ വരുന്ന ആൾക്കാരാണ് യഥാർത്ഥത്തിൽ ഇപ്പൊ കൊല്ലപ്പെട്ടിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ ആക്രമണത്തില് ഈ പറയുന്ന ലെബനോന്റെ ചില ഭാഗങ്ങളിൽ നിന്നും പിന്തിരിഞ്ഞു പോയ അതേ ടീമിലെ അതേ ബറ്റാലിയനെ തന്നെയാണ് വീണ്ടും ടാർഗറ്റ് ചെയ്യുകയും വീണ്ടും തീരുമാനമാക്കുകയും ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിന്റെ അലയൊലികൾ, അതായത് ഒരു സ്റ്റേറ്റ് ആക്ടർ പോലും അല്ലാത്ത ഒരു ടീം ഈ ജാതി തരത്തില് ഡയപ്പർ ടീമിന്റെ മൂട്ടിലിട്ട് കാര്യങ്ങൾ പൊട്ടിക്കുന്നത് തുടങ്ങിയപ്പോ വിറളി പൂണ്ട് ധൃതി പൂണ്ട് നടക്കുകയാണ് ഇതാമിർ ബെൻഗവീറും നെതന്യാഹുവും അതേപോലെ തന്നെ അവിടുത്തെ വലതുപക്ഷ ടീം എന്നുള്ളതാണ്. അതിന്റെ അലയൊലികള് ഹോർമൂസിലടക്കം റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ കൂട്ടത്തില് ഇവര് മാസീവായിട്ടുള്ള മാരകമായിട്ടുള്ള രീതിയിലുള്ള അറ്റാക്കാണ് ഇവർ യഥാർത്ഥത്തില് ലെബനോനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോ അതിന്റെ ഒരു റിപ്പോർട്ട് എന്നുള്ള നിലയ്ക്ക്, അതായത് എന്തൊക്കെ സംഭവിച്ചു എന്നുള്ളത് പറയുന്ന രീതിയിൽ, ഇവരുടെ അറ്റാക്കിനെ ലെജിറ്റിമൈസ് ചെയ്യുന്ന രീതിയിലേക്ക് ഇവര് ഇന്ന് ഇവരുടെ സോഷ്യൽ മീഡിയയിൽ ഇട്ടിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇസ്രായേൽ ആർമിയുടെ 63 റോക്കറ്റുകൾ, 7 എക്സ്പ്ലോസീവ് UAV അറ്റാക്കുകൾ, 2 IED അറ്റാക്ക്, 1 മിസൈൽ അറ്റാക്ക്, 1 ഇൻഫിൽട്രേഷൻ അറ്റംപ്റ്റ്, അതായത് 5 തീവ്രവാദികൾ. ഇത്രയും കാര്യങ്ങൾ ഇസ്രായേലിനെതിരെ നടന്നിരിക്കുന്നു എന്ന് വലിയ രീതിയിൽ പറയാ. എവിടെയെന്നറിയോ? ഹമാസും ഇസ്രായേലും സീസ് ഫയറിൽ നിലനിൽക്കുന്ന സമയത്ത് ഇന്ന് ഗസയിൽ 2 പേര് വെടിയേറ്റ് കൊല്ലപ്പെട്ട സാഹചര്യത്തില് എങ്ങനെയുണ്ട് കാര്യങ്ങൾ എന്നൊന്ന് നോക്കിയേ. അതായത് IDFലെ 5 പേര് കൊല്ലപ്പെടുമ്പോ, അതേപോലെ തന്നെ സീസ് ഫയർ നിലനിൽക്കുന്ന സ്ഥലത്ത് സീസ് ഫയറിന് ശേഷം ഗസയിൽ 900 ആൾക്കാർ കൊല്ലപ്പെട്ടപ്പോ, 900 ആൾക്കാർ മീൻ തിന്നപ്പോ മുള്ളു തൊണ്ടയെ കുടുങ്ങിയിട്ടല്ലല്ലോ മരിച്ചേ. സീസ് ഫയർ നിലനിൽക്കുന്ന സമയത്ത് നിങ്ങൾ പോയി അറ്റാക്ക് ചെയ്തിട്ട് തന്നെയല്ലേ. നിങ്ങൾ നിങ്ങളുടെ യെല്ലോ സോണ് അതേപോലെ തന്നെ ബഫർ സോൺ എന്നൊക്കെ പറഞ്ഞ് വരച്ചിട്ട് അവിടെ ചെല്ലുന്ന മനുഷ്യരല്ലേ നിങ്ങൾ വെടിവെച്ച് തീരുമാനാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് ഈ രീതിയിൽ 5 പേര് കൊല്ലപ്പെടുന്നതും 12 പേർക്ക് പരിക്കേൽക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നത് എന്നുള്ളതാണ്. എന്നിട്ട് അതിനുശേഷം ഇതാമിർ ബെൻഗവീർ എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പോസ്റ്റ് ഉണ്ട്. അതായത് ഒരു ഇസ്രായേലി കൊല്ലപ്പെടുമ്പോ ഇസ്രായേലിലെ ഒരമ്മയുടെ കണ്ണിൽ നിന്നും കണ്ണുനീര് വരുന്നുണ്ടെങ്കിൽ ലെബനോനിലെ 1000 അമ്മമാരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരണം എന്ന് പറയുന്നത്. ഈ കണ്ണുനീര് വരാന് ഈ പറയുന്ന ലെബനോൻ നിങ്ങളെ ഇങ്ങോട്ട് വന്ന് ചൊറിഞ്ഞോ? ഇല്ലല്ലോ. ഗസയിൽ നരനായാട്ടം നടത്തിക്കൊണ്ടിരിക്കുമ്പോ അതിനെ തടയിടാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചതാണ് ഇസ്രായേലിന് ഇത്രയും പ്രശ്നം ഉണ്ടാവാൻ കാരണം. ബെഞ്ചമിൻ നെതന്യാഹു ആക്ച്വലി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ബെഞ്ചമിൻ നെതന്യാഹു പറയുന്നത് എന്താ അറിയോ? ലെബനോനിലെ ജനങ്ങളെ, നിങ്ങളെ ആക്ച്വലി വിളിച്ചുകൊണ്ടിരുന്നത് ഈ പറയുന്ന അതായത് ഈ ഒരു ഏരിയയിലെ പേൾ എന്നല്ലേ നിങ്ങളെ വിളിച്ചുകൊണ്ടിരുന്നത്. എന്നിട്ട് നിങ്ങൾ എങ്ങനെ ഇത്രയും രൂപത്തിലേക്ക് മാറിയത്? 24 വർഷങ്ങൾക്ക് മുന്നേ ലെബനോനിൽ നിന്ന് ഞങ്ങൾ പിൻവാങ്ങിയതല്ലേ. എന്നിട്ട് നിങ്ങൾ ഞങ്ങൾ അറ്റാക്ക് ചെയ്തത് കൊണ്ടല്ലേ യഥാർത്ഥത്തിൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണോ? അല്ല. നിങ്ങൾ നരനായാട്ട് തുടങ്ങുകയും നിങ്ങൾ മനുഷ്യരുടെ രക്തത്തിനും മനുഷ്യരുടെ ജീവനും പുല്ല് വില കൽപ്പിക്കുകയും നിങ്ങൾ വേട്ടപ്പട്ടികളെ പോലെ മനുഷ്യരെ വേട്ടയാടി തീരുമാനമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇസ്രായേലിനെതിരെ ലെബനോൻ തിരിയുന്നത്. ലെബനോൻ എന്ന് പറയാൻ പറ്റില്ല, ഹിസ്ബുള്ള. അത് മാത്രമല്ല, അവര് വെൽ പ്രിപ്പയർഡ് ആയിരുന്നു. ഇനി ഇതും അല്ലാതെ വേറൊരു കാര്യം ആക്ച്വലി ഈ പറയുന്ന JD വാൻസ് പറഞ്ഞിട്ടുണ്ട്. JD വാൻസ് പറഞ്ഞത് എന്താണെന്നറിയോ? നിങ്ങള് 9 ദശലക്ഷം ജനസംഖ്യയുള്ള ഒരു സമൂഹമാണെന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം. എന്നിട്ട് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയോ?
നിങ്ങളുടെ ഓരോ പ്രശ്നത്തെയും ഓരോ രാജ്യങ്ങളിലെ ആൾക്കാരെ കൊന്നൊടുക്കിക്കൊണ്ടല്ല നിങ്ങൾ അതിന് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ളതാണ്. ഇതിലൂടെ ഒരു കാര്യം യഥാർത്ഥത്തിൽ വ്യക്തമാവുന്നുണ്ട്. ഈ പറയുന്ന ഇസ്രായേലും അമേരിക്കയും തമ്മിൽ റിഫ്റ്റ് ഉണ്ട്. ഈ കാര്യത്തിൽ അമേരിക്കയുടെ പിന്തുണ ഇല്ല എന്നുള്ളത്. ഇനി രഹസ്യ പിന്തുണയും പരസ്യമായിട്ട് വേറെ വർത്തമാനം പറയുന്ന രീതിയിലേക്കാണോ എന്നുള്ളത് അറിയത്തില്ല. തൽക്കാലം ഹോർമൂസിലെ കുടുങ്ങിയ സാധനം ഊരിയിട്ടുണ്ട്. ഇനി തിരിച്ച് അവിടെ കുടുങ്ങാതിരിക്കാൻ വേണ്ടിയുള്ള പണിയാണോ എടുക്കുന്നത് എന്നുള്ളതും അറിയില്ല. അപ്പോ FPV ഡ്രോണുകൾ ഉപയോഗിച്ചിട്ടും റോക്കറ്റുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയ ഡയപ്പർ ടീമിന്റെ ഈ പറയുന്ന ഇവരുടെ ഈ അയൺ ഡോം അടക്കം കത്തിക്കുന്ന ഡ്രോൺ ചെന്ന് ഹിറ്റ് ചെയ്ത് തീരുമാനം ചെയ്യുന്ന രീതിയിൽ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അത് മാത്രമല്ല, നമ്മൾ പുറത്തോട്ട് അറിയുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ഡാമേജ് ആക്ച്വലി ഇസ്രായേൽ ആർമിക്ക് ഉണ്ടായിട്ടുണ്ട്, IDF ഉണ്ടായിട്ടുണ്ട്. FPV ഡ്രോണുകൾ ഉപയോഗിച്ചിട്ട് ഹിസ്ബുള്ള നല്ല പണി കൊടുക്കുന്നുണ്ട്. ആ പണി കിട്ടുന്നുണ്ട് എന്നുള്ളതിന്റെ ആദ്യത്തെ തെളിവായിട്ട് വന്നത് UN സെക്യൂരിറ്റി കൗൺസിലിലേക്ക് ഒരു ഡ്രോണും പിടിച്ചു വന്നിട്ട് പറയാ, നിങ്ങളുടെ തലക്ക് മുകളിലൂടെ ഇങ്ങനെ ഒരു സാധനം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അറിയത്തില്ല, ഇതാണ് ഞങ്ങളുടെ തലക്ക് മുകളിലൂടെ വരുന്നത് എന്നുള്ളത്. തലക്ക് മുകളിലൂടെ ഒരൊറ്റ ബോംബിങ്ങിൽ ആയിരക്കണക്കിന് ആൾക്കാരെ കൊല്ലാനുള്ള ബോംബിടുന്ന ഇസ്രായേലാണ് പറയുന്നത് ഈ ഡ്രോൺ വരുന്നുണ്ട് എന്നുള്ളത്. എങ്ങനെയുണ്ട് കാര്യങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയ. വൈറ്റ് ഫോസ്ഫറസ്, ക്ലസ്റ്റർ ബോംബുകള്, ബങ്കർ ബസർ ബോംബുകള്, മർക്കവ ടാങ്കറുകള്, ഇങ്ങനത്തെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന ഇസ്രായേലാണ് വന്നിട്ട് പറയുന്നത് ഈ ഡ്രോൺ ഞങ്ങളുടെ തലക്ക് മുകളിലൂടെ വരികയാണ്. എന്തുകൊണ്ട് വരും? നിങ്ങളുടെ ചെയ്തി കൊണ്ടും നിങ്ങളുടെ തെണ്ടിത്തരം കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ മനുഷ്യരുടെ രക്തത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ദാഹം കൊണ്ടുമാണ് ഇത് സംഭവിക്കുന്നത്. അതായത് ഒരു അറേബ്യൻ പ്രതിനിധി ആക്ച്വലി ഈ പറയുന്ന സെക്യൂരിറ്റി കൗൺസിലിൽ വന്ന് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് എന്താണ് യഥാർത്ഥത്തിൽ ആവശ്യം എന്നുള്ളത്. അവർക്ക് മനസ്സിലാവുന്നില്ല എന്നാ പറയുന്നത്. നിങ്ങളുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിൽ നിങ്ങൾ പോയി ബോംബ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ ബോംബിങ്ങിലൂടെ എന്ത് ശാശ്വത പരിഹാരത്തിനാണ് നിങ്ങൾ ശ്രമിക്കുന്നത് എന്നുള്ള ചോദ്യം ചോദിക്കുന്നുണ്ട്. നിങ്ങളുടെ മുന്നിൽ ഒരു ഫോർമുല ഓൾറെഡി ഇല്ലേ? അതായത് ദ്വിരാഷ്ട്ര സിദ്ധാന്തം, രണ്ട് രാജ്യമാവുക എന്നുള്ള പോയിന്റ് നിങ്ങളുടെ മുന്നിലില്ലേ? നിങ്ങൾ അത് അംഗീകരിക്കുന്നില്ല. അത് അംഗീകരിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്താണ് നിങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നുള്ളതാണ്. ഇത് ഈ ആവശ്യമൊന്നുമല്ല. ഹിസ്റ്ററികൾ, അതായത് ഈ പറയുന്ന പ്രാചീന കാലത്തെങ്ങോ ഇവർക്ക് ഈ പറയുന്ന വാഗ്ദാനം ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത് അതിനെ നേടിയെടുക്കാനും വീണ്ടെടുക്കാനും അന്ന് ഈ പറയുന്ന ഇവരുടെ ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുള്ള കുഞ്ഞുങ്ങളെ അടക്കം അവിടുത്തെ ജീവികൾ അടക്കം കൊന്നു തള്ളുക എന്ന് പറയുന്ന കാര്യം ചെയ്തുകൊണ്ടാണ് ഇപ്പൊ ഈ പറയുന്ന ഇസ്രായേൽ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. എസ്പെഷ്യലി ഇത്താമിർ ബെൻഗവീറും അതേപോലെ തന്നെ ബെഞ്ചമിൻ നെതന്യാഹു. ഇനി ഈ പറയുന്ന അമേരിക്ക ഒരിക്കലും ഇനി ഇറാനെ അറ്റാക്ക് ചെയ്യാനും പോകുന്നില്ല, അമേരിക്ക ഇറാനെ തൊടാനും പോകുന്നില്ല. അതിന്റെ ഉദാഹരണം എന്താണെന്നറിയോ? JD വാൻസ് തന്നെ പറയുന്നുണ്ട്, ട്രംപ് ഇറാനിലേക്ക് ലക്ഷക്കണക്കിന് സൈനികരെ അയക്കണമെന്നാണ് ചിലരുടെ ആവശ്യം. ഇതിനെതിരെ നമ്മൾ അകത്ത് നിന്ന് തന്നെ പോരാടേണ്ടതുണ്ട് എന്നാ പറഞ്ഞത്. അതായത് അമേരിക്കക്ക് അകത്ത് നിന്നിട്ട് തന്നെ ആളുകളുടെ ആവശ്യം ഇറാനിലേക്ക് ലക്ഷക്കണക്കിന് സൈനികരെ അയക്കണം, അമേരിക്ക അയക്കണം എന്നാണ് അമേരിക്കക്ക് അകത്തുള്ള ചില ആൾക്കാരുടെ ആഗ്രഹം എന്നാണ്. എന്നിട്ട് JD വാൻസ് പറയുന്നത് എന്താ, നമുക്കത് ചെയ്യാം എന്നാണോ? അല്ല. JD വാൻസ് പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാല് ഇതിനെ നമ്മൾ അകത്ത് നിന്ന് തന്നെ ഇതിനോട് നമ്മൾ പോരാടാം, ഇതിനെ നമ്മൾ തടയുകയും ചെയ്യണം എന്നുള്ളതാണ് ഈ ചിന്താഗതിനെ. അപ്പൊ ഈ രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു. അതായത് ട്രംപ് ആക്ച്വലി മുസ്തഫ കമനിയുമായിട്ട് കൂട്ടിച്ചേർന്നിട്ട് ഇവര് രണ്ടുപേരും കൂടെ പങ്കുവച്ചോടം എന്നുള്ള നിലയ്ക്ക് ഹോർമൂസിലൂടെ എണ്ണ വിൽക്കാം എന്നുള്ള പ്ലാനിലോട്ട് വരെ ചിലപ്പോൾ മാച്ചങ്ങായി പോകുന്നുണ്ടാവും, ഒരു ബിസിനസ് ഡീൽ എന്നുള്ള നിലയ്ക്ക്. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. $300 ബില്യൺ ഇൻവെസ്റ്റ്മെന്റ് ആക്ച്വലി ഇറാനിലേക്ക് കൊണ്ടുവരാൻ പോവാന്നാ പറയുന്നത്. അപ്പൊ അവിടെ ഏറ്റവും വലിയ പ്രശ്നം അനുഭവിക്കുന്നത് ഇസ്രായേൽ തന്നെയാണ്. അപ്പൊ ഈ കരാറിന് തുരങ്കം വെക്കണം, ഇത് നടക്കാൻ പാടില്ല. അപ്പോ ഈ പറയുന്ന ലെബനോനിലേക്ക് പെട്ടെന്ന് അങ്ങ് കേറിയിട്ട് അറ്റാക്ക് അങ്ങ് തുടങ്ങുക. എന്നിട്ടിപ്പോ ഡയപ്പർ ടീമിന്റെ മൂട്ടിൽ വന്ന് പൊട്ടിച്ചിട്ട് 5 കാര്യത്തിൽ തീരുമാനമായപ്പോ കിടന്ന് മൂങ്ങുക. അതായത് എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഈ പറയുന്ന നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ പോയി കൊല്ലുക. അതായത് നിരപരാധികളായിട്ടുള്ള മനുഷ്യര് എത്ര പേര് ഇസ്രായേലിലെ ഹിസ്ബുള്ളയുടെ അറ്റാക്കിൽ കൊല്ലപ്പെട്ടു എന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് തുലോം തുച്ഛമായിരിക്കും.
എന്നാ ഇസ്രായേലിന്റെ അറ്റാക്കിൽ എത്ര സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 100% ചിലപ്പോൾ സാധാരണക്കാരായിരിക്കും കൊല്ലപ്പെട്ടിട്ടുണ്ടാവുക. എക്സെപ്റ്റ് ഈ പറയുന്ന ഇവരുടെ ലീഡർഷിപ്പ് ഹിസ്ബുള്ളയുടെ. അപ്പൊ ഇങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ഇത് ലോകത്തെ തലച്ചോറുള്ള എല്ലാ മനുഷ്യർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാവുന്നതാ. അപ്പോഴാണ് മർക്കാവ ടാങ്കും കൊണ്ട് പോയിട്ട് ഇതിനൊന്നും പറ്റൂല, ഇത് ഏത് ഗുദാമു കൂടെ കയറി പോകുന്നു പറഞ്ഞു ചെന്നിട്ട് മൂട്ടിലിട്ട് പൊട്ടിയപ്പോ 5 എണ്ണം അതിന്റെ ഉള്ളിൽ തന്നെ കിടന്ന് തീരുമാനമായത് എന്നുള്ളതാണ്.